യുക്തിഭദ്രതയുടെ ഏത് അളവുകോലിൽ വെച്ചാലും നമ്മൾ എന്ത് തരം റിസൾട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരേ കുറ്റത്തിന് രണ്ട് തെരഞ്ഞെടുപ്പിൽ ആളുകളെ ശിക്ഷിക്കുന്ന കൾച്ചർ കേരളത്തിൽ ചരിത്രത്തിൽ നമ്മൾ കാണാത്തൊരു സംഗതിയാണ്. അപ്പൊ ശബരിമല ഒരു പ്രധാന പ്രശ്നമായിരുന്നെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള ശിക്ഷ ഇടതുപക്ഷത്തിന് കിട്ടി. തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു അരാഷ്ട്രീയ സംഗതിയാണ് മാറ്റം എന്ന് വെറുതെ പറഞ്ഞ വാക്ക്. ഇപ്പൊ 10 വർഷം മുമ്പത്തെ ഒരു സർക്കാരിന്റെ ഭരണപരാജയത്തിന് അവർക്ക് ഇന്ന് നമ്മൾ മാർക്കിടുമോ എന്ന കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. ആന്റി ഇൻകംബൻസി കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ നോട്ടം. കേരളത്തിൽ സിറ്റിംഗ് MLA-മാർക്കെതിരെ ഭയങ്കര കാര്യമായിട്ടുള്ള ജനവികാരമൊന്നും ഇല്ല. കോഴിക്കോട്ടെ മത്സരം ഈ തവണ കടുത്ത മത്സരമാണ് LDF നേരിടുന്നത്. NDA-നെ സംബന്ധിച്ച് അവർ കേരളത്തിൽ ഭയങ്കര വിപ്ലവകരമായ എന്തെങ്കിലും മാറ്റം ഈ തവണ സൃഷ്ടിക്കുമെന്ന് കരുതാവുന്ന സാഹചര്യം രാഷ്ട്രീയമായിട്ട് നിലവിലില്ല. സംഗീത് K ആണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും മത്സരം? കടുത്തതാകുമോ? എങ്ങനെയാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലാവസ്ഥ? അതായത് തെരഞ്ഞെടുപ്പിനെ പറ്റി പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സങ്കേതങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള സ്റ്റഡി, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ, അതായത് യുക്തിഭദ്രതയുടെ ഏത് അളവുകോലിൽ വെച്ചാലും നമ്മൾ എന്ത് തരം റിസൾട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പുകളിൽ 100% യുക്തിഭദ്രതയുടെ അളവുകോലിൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ചിലപ്പോൾ അത് വ്യക്തിപരമായ ഒരു അഭിപ്രായമായിരിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഗെയ്ജ് ചെയ്യാൻ കഴിയാത്ത ഫാക്ടേഴ്സ് തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്കത് എല്ലാ സ്ഥലത്തും പോയി ഗെയ്ജ് ചെയ്യാൻ പറ്റാത്തതാവാം. ചിലപ്പോൾ സംസ്ഥാനത്ത് ഒട്ടാകെ കാണാത്ത ഒരു ട്രെൻഡ് പ്രാദേശികമായി പ്രവർത്തിക്കുന്നതാവാം. അപ്പോൾ പല കാരണങ്ങളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ചില സ്ഥലങ്ങളിൽ ആളുകളുടെ വ്യക്തിപ്രഭാവം കൊടിപാറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടേ നമുക്കൊരു തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ പൊതുവിൽ മെഷറബിളായ എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിച്ചാലും ആര് ജയിച്ചാലും അവർ വലിയൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യത നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി നമ്മൾ ഈ തരത്തിലുള്ള എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് 6 മാസം മുമ്പ് നടന്നൊരു നാടാണിത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നമ്മളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ UDF-ന്റെ ഇത്രയും വലിയൊരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ അവിടെ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം വന്നിട്ടുള്ള സർവേ ഫലങ്ങൾ ഏത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ആരും ഏതെങ്കിലും ഒരു മുന്നണിയുടെ വളരെ കൺവിൻസിങ് ആയ ഒരു വിക്ടറി പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സാധ്യത തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളൂ. കാരണം പെർഫോം ചെയ്തൊരു ഗവൺമെന്റ് ഉണ്ട്. അത് പല നിലയ്ക്കാണ് വർക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പത്തെ സർക്കാരിനെ നോക്കിയാൽ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഷയിൽ ഇതിന് എൻട്രൻസ്ഡ് ഇൻകംബൻസി എന്ന് പറയാം. അതായത് ഒരു സർക്കാരിനെതിരെ ഒരു 70% മനുഷ്യർക്കും ആക്ഷേപമില്ലെന്ന് മാത്രമല്ല, അവർ സർക്കാരിനെ അതിന്റെ മടങ്ങി വരവിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഒരു ഹെൽത്ത് എമർജൻസിയുടെ സാഹചര്യത്തെ നേരിട്ട സർക്കാരിനോട്, അല്ലെങ്കിൽ ഒരു ടഫ് ടാസ്ക് മാനേജിങ് സ്കില്ല് പ്രകടിപ്പിച്ച സർക്കാരിനെ മാറ്റാനുള്ള ഭയാശങ്കയും അതിനകത്തൊരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ എൻട്രൻസ്ഡ് ഇൻകംബൻസി ഈ തവണ മാറിയിട്ടുണ്ട്. ഈ തവണ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആൾക്കാർക്ക്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വളരെ യുണീക്കായിട്ട് നോക്കിക്കാണേണ്ടതുണ്ട്. അതായത് ആദ്യമായിട്ടാണ് കേരളം പോലെ മധ്യവർഗത്തിനും ഉപരിമധ്യവർഗത്തിനും കൃത്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഇവരിൽ എല്ലാവരും തന്നെ സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഡെലിവറീനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അത് മെഡിസിൻ ആവാം, മെഡിക്കൽ അറ്റൻഷൻ ആവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫാക്ടർ ആവാം. ഈ കാര്യത്തെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുടങ്ങിപ്പോയേക്കുമോ? അപ്പോൾ ഡെലിവറിയിൽ ഏറ്റവും മികവ് പ്രകടിപ്പിച്ച സർക്കാരിനെ അവർ നിലനിർത്തി. ഈ തവണ അത്തരം ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് മത്സരം വളരെ കടുത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കോവിഡ് പോലൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വികസനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. ചർച്ച വികസനത്തിലൂന്നിയാണ്. അതിനെതിരെ ഒരു കൃത്യമായ ഒരു ഡിഫൻസ് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നതുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മൂന്നാം സർക്കാരിനുള്ള സാധ്യത LDF-ന് ഉണ്ട് എന്ന് കരുതാൻ കഴിയും? സാധാരണഗതിയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മുന്നണി അവരുടെ പ്രകടന പത്രികയിൽ എന്തു മുന്നോട്ട് വയ്ക്കുന്നു, അവരുടെ എതിർ മുന്നണി എന്തു മുന്നോട്ട് വയ്ക്കുന്നു, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള താരതമ്യമല്ല സാധാരണഗതിയിൽ ഇന്ത്യൻ ഇലക്ഷനുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. മറിച്ച് ഒരു സർക്കാർ എന്ത് ഡെലിവർ ചെയ്തു, ഓക്കെ, തൊട്ട് മുമ്പത്തെ സർക്കാർ ഡെലിവർ ചെയ്ത കാര്യങ്ങളുമായിട്ടുള്ള താരതമ്യമാണ്. അപ്പം ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്
അവര് മുൻ സർക്കാരിന്റെ പരാജയങ്ങളെ വലിയ തോതിൽ മെയിൻ സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ ഒരു വെബ്സൈറ്റ് അവർ കൊണ്ടുവരുന്നു. അവർ വളരെ ആകർഷകമായിട്ടുള്ള പരസ്യം കൊണ്ടുവന്നു. കേരളം മുഴുവൻ 7 മണി ചർച്ചയ്ക്ക് എടുക്കുന്ന തരത്തിൽ ഒരു പത്രപരസ്യത്തിലേക്ക് PRD പോകുന്നു. അപ്പൊ അത് മാത്രമല്ല, അത് ഊന്നിയത് തൊട്ട് മുമ്പത്തെ സർക്കാരിന്റെ ദയനീയമായ ഭരണപരാജയത്തിലായിരുന്നു എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. അപ്പൊ ആ തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഒരു പ്രചരണം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ, മുൻപത്തെ സർക്കാരിൽ നിന്ന് ഇന്നത്തെ സർക്കാരിലേക്ക് 10 കൊല്ലത്തെ ദൂരമുണ്ട് എന്നുള്ളതാണ് കുഴപ്പം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ പബ്ലിക് മെമ്മറിയിൽ, പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് ഡിജിറ്റൽ യുഗത്തെ പബ്ലിക് മെമ്മറിയുടെ ആയുസ് താരതമ്യേന വളരെ കുറവാണ്. അപ്പൊ 10 വർഷം മുമ്പത്തെ ഒരു സർക്കാരിന്റെ ഭരണപരാജയത്തിന് അവർക്ക് ഇന്ന് നമ്മൾ മാർക്കിടുമോ എന്ന കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്, അതിൽ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മുകളിലാണ് വോട്ടർ ഫറ്റീഗ് എന്ന് പറയുന്ന ഫിനോമിന, അതായത് മടുപ്പ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഒരേ സർക്കാർ 10 വർഷത്തിലധികം തുടരണമോ എന്ന കാര്യത്തിൽ ആളുകൾക്കൊരു സംശയമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഈ സർക്കാരിനെ മാറ്റിക്കളയാം എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രീയതയുടെ, യുക്തിഭദ്രതയുടെ സകല സങ്കേതങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ജനവിധി മറ്റൊന്നായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ അത് നടന്നിട്ടുണ്ട്. ആ തരത്തിൽ ഒരു തീരുമാനം ജനങ്ങൾ എടുത്തപ്പോൾ മറ്റു നമ്മൾ പറയുന്ന എല്ലാ യുക്തിഭദ്രതയുടെ ഫാക്ടേഴ്സും തള്ളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത ഇവിടെയും നിലവിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് സർക്കാർ പരാജയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പരാജയമല്ല. സർക്കാർ അവരവരുടെ പ്രകടന മികവ്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ എവിടെയാണോ ഐഡിയോളജിക്കലായിട്ട് അവരുടെ മികവ് തെളിയിക്കേണ്ടത് ആ മേഖലയിൽ അവർ മികവ് തെളിയിച്ചിട്ടുണ്ട്. അവർ പ്രോ പുവർ ആയിരിക്കേണ്ട, പ്രോ വിമൺ ആയിരിക്കേണ്ട ഒരു സർക്കാരാണ്. അത് അവർ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിൽ, പബ്ലിക് എഡ്യൂക്കേഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിലൊക്കെ അവർ വലിയൊരളവിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കേരളം പോലെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലത്തെ ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ നമുക്ക് അതുകൊണ്ട് മാത്രം ഇത് തുടരുമോ എന്ന് പറയുന്ന സാധനം പറയാൻ പറ്റില്ല. പിന്നെ ആളുകൾ എത്രത്തോളം ഇതിനെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതായത് ഒരു 2 ആഴ്ച നിങ്ങളുടെ നാട്ടിലെ റോഡ് നന്നായി കിടന്നാൽ അത് അങ്ങനെയാണ് ചരിത്രാതീത കാലം മുതലേ എന്ന് നമ്മൾ കരുതും. അപ്പോൾ അത് ഇപ്പോഴുണ്ടായിരുന്ന ഒരു സർക്കാരിന്റെ നേട്ടമാണ് എന്ന നിലയിൽ അതിനെ എത്രമാത്രം അത് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. പിന്നെ അവിടെയും മനുഷ്യർക്ക് തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു അരാഷ്ട്രീയ സംഗതിയാണ് മാറ്റം എന്ന് വെറുതെ പറഞ്ഞ വാക്ക്. മാറ്റം എന്ന് പറയുന്ന വാക്കിനോട് ആളുകൾക്ക് ഒരു തരം താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യം സ്വാഭാവികമായിട്ടും എന്ത് വേണ്ട, അതായത് ആന്റി ഇൻകംബൻസി കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഇൻകംബൻസി കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ നോട്ടം. കാരണം ആന്റി ഇൻകംബൻസി എപ്പോഴും ഒരു കാരണത്തോട് ചേർന്നാണ് വരിക. ഇപ്പോൾ നിങ്ങൾ സോളാർ കേസും ബാർകോഴ കേസും ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നു. അപ്പോൾ അത് സ്കാം ടെയിൻറ്റഡ് ആയ ഒരു ഗവൺമെന്റ് ആണ് എന്ന പ്രതിപക്ഷത്തിന്റെ വലിയ തോതിലുള്ള കോലാഹലങ്ങളും സമരങ്ങളും ഉണ്ടാവുന്നു. ഈ സമര കോലാഹലങ്ങളിൽ പെട്ട് ഈ സർക്കാർ ഒരു മോശം സർക്കാരാണ്, ഈ സർക്കാർ ഇന്നെന്ന കാരണം കൊണ്ട് കുഴപ്പമാണ്, ഇവർ മാറ്റപ്പെടേണ്ടതാണ് എന്ന ആളുകൾ തീരുമാനിക്കുന്നിടത്താണ് ആന്റി ഇൻകംബൻസി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതേസമയം കേരളത്തിൽ ഇപ്പോഴുള്ള ഒരു പൊളിറ്റിക്കൽ ഫിനോമിനൻ എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ മാറണോ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് തുല്യമായ മനുഷ്യർ സർക്കാർ മാറണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ മാറേണ്ടത്? അത് ഏത് മേഖലയിലെ പരാജയത്തിന്റെ പേരിലാണ്, എന്ത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളുടെ പേരിലാണ്, എന്ത് സ്കാമാണ് അതിന്റെ പുറകിൽ എന്ന് ചോദിച്ചാൽ അതിനോട് കണക്ട് ചെയ്തൊരു കാരണം പറയാൻ ആളുകൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നില്ല. അപ്പം സർക്കാർ അവരുടെ കാര്യം, അവരുടെ കേസ് പ്രസന്റ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നത് ഒരു ഒട്ടൊക്കെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഹിതപരിശോധന പോലെയാണ്. അതായത് ഈ സർക്കാർ ഇനി തുടരണോ വേണ്ടയോ എന്നത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. അതായത് പീപ്പിൾ അഗൻസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിനെ ആളുകളുടെ ഇടയിൽ വൃത്തിയായിട്ട് ക്യാമ്പയിൻ ചെയ്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് അവർക്ക് കഴിയാവുന്നതിൽ മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു പൂളിനെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സർക്കാരിന് നിങ്ങൾക്ക് ആവശ്യമില്ലേ, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് തരുന്നു, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു പൂൾ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു പൂൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
അവരെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളൂ, സർക്കാർ മാറും. ഇതാണ് അതിന്റെ ലൈൻ. അത് കേരളത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് കണ്ണൂർ മുതൽ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത, കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ തോതിലുള്ള പ്രചരണങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ കേരളത്തിലെ വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു മെച്ചം എന്ന് പറയുമ്പോൾ ആ പാർട്ടി അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. എലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ, നിങ്ങളുടെ തന്നെ ഭാഷ കടമെടുത്താൽ അവരുടെ DNA ആണത്. അപ്പോൾ അത് അതിനകത്തുണ്ട്. അപ്പോൾ അത് അവർ വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ ഈ വരുന്ന കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച മുതലുള്ള സമയത്തിൽ കേരളത്തിലെ മത്സരം പൊളിറ്റിക്കലി ഈവനാണ്. രണ്ടു കൂട്ടരും അവരവർക്ക് പറ്റുന്ന ശക്തിയിൽ അവരവരുടെ പോരാട്ടം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും വീണ്ടും. അത് ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്ന് പറയുമ്പോഴും പല സർവേകൾ, ഇപ്പോൾ ശാസ്ത്രീയമാണോ എന്നുള്ളതൊക്കെ പിന്നീട് സംസാരിക്കാവുന്നതാണ്. അത്തരം സർവേകളിൽ പോലും ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള കുറേയേറെ അഴിമതി ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമല, സ്വർണ്ണക്കൊള്ള അടക്കമുള്ളവ, ഇതൊക്കെ ചർച്ചയാകുന്നതല്ലേ തെരഞ്ഞെടുപ്പിൽ? അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. സ്വാഭാവികമായിട്ടും അത് വളരെ ഡീപ്പ് ഇമോഷണൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യരുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആകെ അട്ടിമറിക്കാൻ മാത്രം ആളുകളിലെ അത് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. വേറൊരു കാര്യം, ഒരേ കുറ്റത്തിന് 2 തെരഞ്ഞെടുപ്പിൽ ആളുകളെ ശിക്ഷിക്കുന്ന കൾച്ചർ കേരളത്തിൽ ചരിത്രത്തിൽ നമ്മൾ കാണാത്തൊരു സംഗതിയാണ്. അപ്പൊ ശബരിമല ഒരു പ്രധാന പ്രശ്നമായിരുന്നെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള ശിക്ഷ ഇടതുപക്ഷത്തിന് കിട്ടി. അപ്പോൾ അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ അതേ കാരണം ഓർത്തു വെച്ചുകൊണ്ട് വീണ്ടും അവർ ഒരു തവണ കൂടെ ശിക്ഷിക്കുമോ എന്ന കാര്യം കേരളത്തിലെ മനുഷ്യർ തീരുമാനിക്കേണ്ടതാണ്. സ്വാഭാവികമായും കേരളത്തിലെ ഒരു വിഭാഗം മനുഷ്യരിൽ ശബരിമല ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിലവിലെ സർക്കാരിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷണറിയെ അതിനോട് കണക്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ്. അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ അതുകൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിലവിലെ ദേവസ്വം മന്ത്രി അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റകരമായ ഒരു വീഴ്ച, ഒരു സൂപ്പർവൈസറി ലാപ്സിന് കീഴിലാണ് അത് നടന്നത് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായും സർക്കാരിനെതിരെ ഉണ്ടാവും. അപ്പൊ ഇത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ കാര്യം അതിന് മേലെ ഒരു ഡൗട്ടിന്റെ ക്ലൗഡ് കൊണ്ടുവരുന്നതിലും സർക്കാർ വിജയിച്ചിട്ടുണ്ട്. അതായത് തങ്ങൾ മാത്രമല്ല, തൊട്ട് മുമ്പ് ഭരിച്ച പല കാലങ്ങളിലെ സർക്കാരും മന്ത്രിമാരും ഉൾപ്പെട്ട ഒരു കാലങ്ങൾ എടുത്ത ഒരു പ്രോസസ്സാണ് അത് എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അവർ സ്വാഭാവികമായി ഇടതുപക്ഷത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പ്രചരണ സംവിധാനമുണ്ട് അവരുടേതായിട്ടുള്ളത്. അതായത് അവരെ കൺവെൻഷണൽ മീഡിയ പിന്തുണയ്ക്കുന്നു എന്ന നിലയിലല്ല, പക്ഷെ അവർ തന്നെ സൃഷ്ടിച്ച ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെന്റ് മെക്കാനിസം ഉണ്ട്, കോണ്ടന്റ് ഡിപ്ലോയ്മെന്റ് മെക്കാനിസം ഉണ്ട്. അത് ഉപയോഗിച്ച് വലിയൊരു അളവിൽ ആളുകൾക്ക് അവബോധ നിർമ്മിതിക്കുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചാൽ ശബരിമല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. UDFന്റെ ക്യാമ്പയിനിൽ പോലും ആ വിഷയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFന്റെ ക്യാമ്പയിനിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ അടുത്ത് ട്രാവൽ ചെയ്തപ്പോൾ ചില സ്ഥലങ്ങളിലെ ഹോർഡിങ്ങുകളിൽ അതൊരു മുദ്രാവാക്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ അത് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി അതൊരു ഇഷ്യൂ ആയിട്ട് അവർ മുമ്പോട്ട് വെക്കുന്നില്ല. കാരണം യുവതീ പ്രവേശനം കഴിഞ്ഞ തവണ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരു വിലയിരുത്തൽ UDFന് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണൽ ആംഗിൾ ഉള്ള ഒരു പ്രശ്നത്തിനെ മെയിൻ സ്ട്രീം ചെയ്യേണ്ട എന്നവർ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തതാവാനും മതി. തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ UDFന്റെ സാധ്യതകൾ എന്താണ്? അവർക്കുള്ള അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ UDFന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് MLA-മാരുടെ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അത് 2 MLA-മാരെയാണ് ഞാൻ പറഞ്ഞത്. അതായത് കേരളത്തിൽ സിറ്റിംഗ് MLA-മാർക്കെതിരെ ഭയങ്കര കാര്യമായിട്ടുള്ള ജനവികാരമൊന്നും ഇല്ല. ചില സ്ഥലങ്ങളിലുണ്ട്, അത് പ്രാദേശിക പ്രശ്നങ്ങളിലുള്ള അവരുടെ ഇടപെടലോ അതിന്റെ പരിമിതിയോ മൂലം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവിൽ MLA-മാർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ MLA-മാർ തുടരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് UDFന് ഒരു പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, UDFനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, അവർക്ക് നിലവിൽ 21 സീറ്റാണുള്ളത്.
അപ്പം ആ 21 സീറ്റുകളുടെ ടാലി അവർ ഉയർത്തുമ്പോഴാണ്, അത് 50-ലേക്കെങ്കിലും ഉയർത്താൻ അവർക്ക് കഴിയുമ്പോഴാണ് ഭരണം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുക. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ബെസ്റ്റ് കേസിൽ എനിക്ക് തോന്നുന്നു അവർ 4-5 സീറ്റുകളിലേക്ക് മാത്രമാണ് വരാൻ സാധ്യത. പക്ഷെ അവിടെ ഒരു വേവിന്റെ പിന്തുണ അവർക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ 4 സീറ്റുകളിലേക്ക് അവർക്ക് മാക്സിമം വരാം. ഓക്കെ, ചുരുങ്ങി പോകാനുള്ള സാധ്യത കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഈ തവണ എന്തോ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് 4 മണ്ഡലങ്ങളിലെങ്കിലും അവർ വിജയ സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ PJ ജോസഫ് മാറുന്നതിന്റെ പശ്ചാത്തലത്തിൽ തൊടുപുഴയിൽ അവിടെ ശക്തരായിട്ടുള്ള എതിരാളികളില്ല. അപ്പോൾ അവിടെ ഒരു സാധ്യത ഉണ്ട്, അപ്പു ജോസഫ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സമാനമായിട്ടുള്ള സാഹചര്യം കടുത്തുരുത്തിയിലുണ്ട്. കടുത്തുരുത്തിയിലും പിന്നെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു നേതാവൊന്നും അല്ല മോൻസ് ജോസഫിനെ പോലെ ഒരു കേരള കോൺഗ്രസിലെ കടുത്തുരുത്തിയിലെ ഒരു അധികായനെ നേരിടുന്നത്. അപ്പോൾ അവിടെയും അവർക്ക് വിജയ സാധ്യതയുണ്ട്. UDFന്റെ ഒരു ട്രഡീഷണൽ സ്ഥലം എന്ന നിലയിൽ കോതമംഗലം നിലനിർത്താൻ ഇടതുപക്ഷം പാടുപെടും. സ്ഥാനാർത്ഥിന്റെ ആസ്പെക്റ്റുകൾ നോക്കിയാലും നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ജയിക്കാൻ, കാരണം 2020-യുടെ വിമത പ്രശ്നത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം UDFന് ഒരു പരിധി വരെ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അത് മറികടക്കാൻ അവർക്ക് കഴിഞ്ഞാൽ കോതമംഗലം, അതേപോലെ തന്നെ കുട്ടനാട്ടിലും വിമത പ്രശ്നം മാറ്റി നിർത്തിയാൽ കുട്ടനാട് അവർക്ക് വിജയിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം കുട്ടനാട് പ്രാദേശിക ആന്റി ഇൻകംബൻസി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ കൂടെ അവർ തിരുവല്ലയും അവർ സ്വാഭാവികമായിട്ടും ലക്ഷ്യം വെക്കുന്നുണ്ടാവും, ചങ്ങനാശ്ശേരിയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട്. കാരണം കാഞ്ഞങ്ങാടൊക്കെ എനിക്ക് തോന്നുന്നു അവിടെയൊന്നും സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തെ സ്പർശിക്കാൻ നിങ്ങൾക്ക് കഴിയാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ. അപ്പോൾ അവരുടെ മണ്ഡലങ്ങളിൽ അവർ വിജയ സാധ്യത നിലനിർത്തുന്ന ഏരിയകൾ ഏതാണ്ട് ഈ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ കേരള കോൺഗ്രസിന് കൊണ്ടുവരാൻ പറ്റുന്ന നമ്പറിന് ഒരു പരിമിതിയുണ്ട്. അതേപോലെ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ കാലത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാമുദായിക സമവാക്യങ്ങളുടെ മാറ്റം വെച്ച് ലീഗ് അതിന്റെ സർവശക്തിയും എടുത്ത് ആക്രമിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് ലീഗിന്റെ ഏറ്റവും ഹ്യൂജ് സ്ട്രൈക്ക് റേറ്റ് ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അവരുടെ മൊത്തം അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ 20-ന് മേലേക്കായിരിക്കും അവരുടെ ടാലി എന്ന് ഏതാണ്ട് ഉറച്ചു വിശ്വസിക്കാവുന്നതാണ്. അത് 23-ന് മുകളിലേക്കൊക്കെ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത വിധം ലീഗ് സുസംഘടിതമാണ്, സുസജ്ജമാണ്. അപ്പൊ UDFിലെ ആ ഫാക്ടർ അവർക്ക് ഇതാണ്. കോൺഗ്രസ് ആണ് പെർഫോം ചെയ്യേണ്ടത്. കോൺഗ്രസ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ചാണ് UDFിന്റെ സാധ്യതകൾ മുഴുവൻ കിടക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രോ ഇൻകംബന്റ് ആയ ഒരു ട്രെൻഡിനെ അവർ മറികടക്കണം. അത് മറികടക്കാൻ അവർക്ക് കഴിയുക എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോൾ അവിടെ ഈ മാറ്റത്തിന്റെ ആസ്പെക്ട് എത്രത്തോളം അവർക്ക് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ രണ്ടുപേർക്കും ഒരേപോലെ മത്സര സാധ്യതയുള്ള ഒന്നാക്കി മാറ്റുന്നത് കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമാണ്. അപ്പൊ അത് മാത്രമല്ല, അവരുടെ സ്ഥാനാർത്ഥികളിൽ പലരും പ്രവചനാതീതരാണ്. കാരണം പുതിയ സ്ഥാനാർത്ഥികൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യാൻ പോകുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് അവർക്ക് എത്രമാത്രം അട്ടിമറിക്കാൻ പറ്റും, ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലെ ആളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഈ കേവലാനുഭാവികളുടെയും കൂടെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പം അവര് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനകത്ത് ആ ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നല്ല മെജോറിറ്റിയിൽ വരാം, അവർ കൂടുതൽ നമ്പർ ഓഫ് സീറ്റുകൾ ജയിക്കാം. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നോർത്ത് ഓഫ് കേരളയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കോൺഗ്രസിന് കഴിയും എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതായത് കോഴിക്കോട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോഴിക്കോട്ടെ മത്സരം ഈ തവണ കടുത്ത മത്സരമാണ് LDF നേരിടുന്നത്. UDFന് അവിടെ ഒരു സീറ്റും ഇല്ല. UDFനല്ല, കോൺഗ്രസിന് അവിടെ ഒരു സീറ്റും ഇല്ല നിലവിൽ. ലീഗിന് മാത്രമാണ് സീറ്റ് ഉള്ളത്. പിന്നെയുള്ളത് RMPക്കാണ്. അപ്പോൾ ആ സീറ്റുകൾ അവിടെ നടക്കുന്ന മത്സരമാണ് ഒരു പ്രധാന ഡിസൈഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്ട്രിക്ട്, ഒരു സ്ട്രാറ്റജിക് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ തവണ കോഴിക്കോടിനെ കാണേണ്ടത്. കോഴിക്കോട്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥികളുടെ പൂളും കോൺഗ്രസിനുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രായം ഒരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ആവർത്തിച്ചു വരുന്നവരാണെന്ന് പറയുന്ന റീജിയണൽ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മടുപ്പിന്റെ പ്രശ്നമുണ്ട്. ഈ ആസ്പെക്റ്റുകളെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് UDFന് ക്യാഷ് ഇൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. സംഘടനാ ദൗർബല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ UDFന് മലബാറിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ പറ്റും. പക്ഷെ സൗത്ത് ഓഫ് കേരളയിൽ അവർക്ക് മത്സരം വളരെ കടുത്തതാണ്. കാരണം അവിടെയുള്ള ജയിച്ചു നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ അവരവരുടെ കോട്ട കാക്കാൻ ശേഷിയുള്ള ആളുകളാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയാവുന്നത്. ഇപ്പം മറ്റ് പാർട്ടികളിൽ നിന്ന്, ഇപ്പോൾ CPMൽ നടക്കും, CPMൽ നിന്ന് മുൻപില്ലാത്ത തരത്തിൽ ആളുകൾ കൊഴിഞ്ഞ് ഒരു കാലം കൂടിയാണ്. അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്ത് അവർക്ക് കൂടി സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ സംഘടനയ്ക്കുള്ളിൽ, സംഘടനാ തലത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടല്ലേ? അത് ബാധിക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം
നമ്മൾ ഈ ആളുകൾക്കിപ്പോൾ നമ്മൾ എന്താണ് പറയുക, പ്രായപൂർത്തിയാവാൻ 18 വയസ്സ് എന്ന് നമ്മൾ പറയും. 18 വയസ്സാവാൻ ഒരു ദിവസം ആയിട്ടുള്ള ഒരാളും 18 ദിവസം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ആളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ല. അതിനകത്തൊരു പ്രശ്നമില്ലേ? അതേപോലെ ഇന്നലെ വൈകുന്നേരം വരെ അമ്പലപ്പുഴയിലെ ആലപ്പുഴയിലെ ഒരു കോൺഗ്രസ്സുകാരന് ജി സുധാകരനോടുള്ള മനോനില എന്താണ് എന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ അവരുടെ അപ്പെക്സ് എനിമി ആയി കണ്ടിട്ടുള്ള, അവരേറ്റവും ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ കോൺഗ്രസ് അവിടെ എടുത്തിരിക്കുന്നതിൽ എല്ലാവരെയും വേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ജി സുധാകരനെ മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അവര് കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിനെ അകമേ വീക്കൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഒരു ഗുഡ് കമ്മ്യൂണിസ്റ്റ് ബാഡ് കമ്മ്യൂണിസ്റ്റ് ദ്വന്ദ്വം ഉണ്ടാക്കാനുള്ള ശ്രമം. അപ്പം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിനകത്ത് അതിന് സ്വീകാര്യതയുണ്ട് എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ആശയത്തിന് പൊതുവിൽ ആളുകൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടെന്ന് വരുമ്പോൾ എപ്പോഴും അതിനകത്ത് ഉണ്ടാവുന്ന ഒരു ഡിസ്റപ്റ്റീവായ സങ്കല്പമാണ് ഈ ഗുഡ് കമ്മ്യൂണിസ്റ്റ് ബാഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സങ്കല്പം. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ആ തരത്തിൽ ഒരു നരേറ്റീവിനെ കേരളം മുഴുവൻ ഉപയോഗിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും എന്നതാണ് അവരുടെ കണക്കൂട്ടൽ. അപ്പൊ പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി സുധാകരന്റെ പ്രായം ഒന്ന്, രണ്ട് മാധ്യമങ്ങളെ ഉൾപ്പെടെ നേരിടുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന അവധാനത കുറവ്. ഇത് രണ്ടും ഈ തരത്തിൽ അതിനെ സംസ്ഥാന വ്യാപകമായി ഉപയോഗിക്കുന്നതിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഐഡിയോളജിക്കലായ എന്തെങ്കിലും ഒരു പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തിൽ ഐഡിയോളജിക്കലായ ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിൽ ഏകാധിപത്യ പ്രവണതയുണ്ട്, അതുകൊണ്ട് ഞാൻ മുൻപേ പാർട്ടിക്കകത്ത് നടത്തുന്ന ഒരു ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗമായി അത് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നെ ഒറ്റപ്പെടുത്താൻ ആ ലാർജർ പാർട്ടി തീരുമാനിച്ചു. ഇപ്പൊ MV രാഘവന്റെ കാര്യത്തിൽ ഉണ്ടായ പോലെ. അപ്പൊ അവിടെ ഒരു നയപരമായ വ്യതിയാനം അദ്ദേഹത്തിൽ ഉണ്ടായി എന്നതിന്റെ പേരിൽ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം. ഈ തരത്തിൽ പൊളിറ്റിക്കലായ ഒരു റീസൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ജി സുധാകരൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിത്വം കേരളം മുഴുവനുള്ള ഇടതുപക്ഷത്തെ മനുഷ്യരുടെ ഇടയിൽ അവരുടെ കോർ വോട്ട് ബേസിനെ ചലിപ്പിക്കുന്നൊന്നും നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. മാത്രമല്ല അമ്പലപ്പുഴയിൽ തന്നെ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം UDFന്റെ എല്ലാ വോട്ടും അദ്ദേഹത്തിന് പോൾ ചെയ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. അവിടെയുള്ള പ്രൊട്ടസ്റ്റ് വോട്ട് സ്വാഭാവികമായും എതിരുള്ള ഓപ്ഷനുകളിലേക്ക് പോകും. അത് ഏത് ഓപ്ഷനിലേക്ക് പോയാലും അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. അതെ. പിന്നെ ഉള്ള ഒരു സ്ഥലം പയ്യന്നൂരാണ്, കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം. അപ്പം കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായിട്ടും പയ്യന്നൂരിൽ ഇപ്പൊ ചർച്ചയായിട്ടുണ്ട്, സംസ്ഥാന വ്യാപകമായി ചർച്ചയായിട്ടുണ്ട്. കാരണം അത് അതൊരു പ്രാദേശിക പ്രശ്നമാണെങ്കിൽ പോലും അതിനെ ഒരു ഇലക്ഷനോട് അനുബന്ധിച്ച് വന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ വലിയ തോതിൽ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്, അതിനെ അവരെടുത്തിട്ടുണ്ട് ആ വിഷയം. അതുകൊണ്ട് ഒരു അറ്റൻഷൻ കുഞ്ഞികൃഷ്ണന് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അടുത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്, കാരണം എൻ്റെ നാടാണ്. അവിടത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടനാ സംവിധാനത്തെ മറികടന്നിട്ട് കുഞ്ഞികൃഷ്ണന് വിജയിക്കാൻ കഴിയും എന്ന് പറയുന്ന കാര്യം യുക്തിഭദ്രതയുടെ ഒരളവ് പോലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു പ്രശ്നത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അകമേ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ആ രാഷ്ട്രീയ തീരുമാനം UDF കൈക്കൊണ്ടു എന്നുള്ളതേ ഉള്ളൂ. അവിടെ അവരെ സംബന്ധിച്ച് അവർക്ക് സാധാരണഗതിയിൽ അവർ 50,000 വോട്ടിന് തോക്കുന്ന, അവർക്ക് പ്രത്യേകിച്ച് വിജയ സാധ്യതയില്ലാത്ത ഒരു മണ്ഡലത്തെ ബലി കൊടുത്തുകൊണ്ട് അവർ കേരളം മുഴുവൻ അവർക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. അതിലൊട്ടൊക്കെ വിജയിച്ചിട്ടുണ്ട്. കാരണം മെയിൻ സ്ട്രീം മീഡിയ അതിനെ പിന്തുണയ്ക്കും കൂടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അവർക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷെ അവിടെയും ഇലക്ഷൻ ജയിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പൊന്നല്ല, ഇലക്ഷൻ സാധാരണഗതിയിൽ അവിടെ ഇടതുപക്ഷത്തെ ആ നിലയിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. CPM നിന്ന് വിട്ടുപോയിരിക്കുന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ സീനിയർ ആയിട്ടുള്ള നേതാക്കളാണ്. ഇപ്പോൾ ജി സുധാകരനാണെങ്കിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും അവിടുത്തെ ജില്ലാ നേതൃത്വത്തിൽ കണ്ണൂർ CPMന്റെ ഉറച്ച കോട്ടയാണ്. ആ ഉറച്ച കോട്ടയിലെ മുതിർന്ന നേതാക്കളാണ് അവിടെ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടാരക്കര ആയിഷ പോറ്റിയെ പോലുള്ള ഒരാൾ പോകുന്നു. ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലെങ്കിലും സുരേഷും ഒരു കാലത്ത് CPMന്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നായിരുന്നു. VSന്റെ PA ആയിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഇടതുപക്ഷത്തിനുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ, ഇവരുടെയൊക്കെ സമീപനങ്ങളിലൂടെ. അത് ഏത് തരത്തിലായിരിക്കും ഇടതുപക്ഷത്തെ ബാധിക്കുക? അതായത് ആ വിള്ളൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും കുറേയും കൂടെ മെച്ചപ്പെട്ട, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എന്തെങ്കിലും കുറേയും കൂടെ മെച്ചപ്പെട്ട രാഷ്ട്രീയ നയങ്ങളിൽ ആകൃഷ്ടരായി അങ്ങോട്ടേക്ക് പോയതല്ല ഇവരാരും. അതെ, ഇവരെല്ലാവരും അവിടുത്തെ വിഭാഗീയതയുടെ കാരണങ്ങൾ കൊണ്ട് പോയവരാണ്. ചിലതിലൊക്കെ വ്യക്തിനിഷ്ഠമായ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ ഇടതുപക്ഷത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണോ ഇവർ പോയത്, പൊളിറ്റിക്കലി ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണോ ഇവർ പോയത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതിലൊന്നും അവിടെ വിജയിച്ചിട്ടില്ല. വേറൊരു കാര്യം, ഇതിനകത്ത് ആയിഷ പോറ്റി മാത്രമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഗോവിന്ദ മാസ്റ്ററെ പോലെ ഒരാൾ, ടി കെ ഗോവിന്ദനെ പോലെ ഒരാൾ, അദ്ദേഹം സ്വാഭാവികമായും ഒരു ഇലക്ഷൻ മെറ്റീരിയൽ ഒന്നുമല്ല, എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇലക്ഷൻ മെറ്റീരിയൽ അല്ല. ആ തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ആകെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ആകെ അറിയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു മുതിർന്ന നേതാവുമല്ല. കുഞ്ഞികൃഷ്ണനും അതേപോലെ ഒരാളല്ല. അപ്പൊ ജി സുധാകരൻ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഒരാളാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് മാറി നിൽക്കുന്ന ജി സുധാകരൻ അത് എത്രത്തോളം കഴിയും എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു ന്യൂട്രൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും കൊട്ടാരക്കരയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് പാർട്ടി അസ്തിത്വത്തിന് പുറത്ത് വ്യക്തിപ്രഭാവത്തിന്റെ ഒരു എലമെന്റ് കൂടി ഐഷ പോറ്റി ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫാക്ടറാണ് ഐഷ പോറ്റീനെ ശക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ അവിടെയും അവിടുത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമല്ല. കാരണം അപ്പുറത്ത് BJPയുടെ കാൻഡിഡേറ്റ് ആര് എന്നത് ഏറ്റവും പ്രധാനമായിരുന്ന ഒരു സ്ഥലമാണ് ഈ തവണ കൊട്ടാരക്കര. BJPക്ക് കോൺഗ്രസിൽ നിന്നും, അതായത് കോൺഗ്രസിനെ നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെ ഐഷ പോറ്റി ആവാൻ ശേഷിയുള്ള ആളായിരുന്നു, അവരെയാണ് BJPക്ക് കിട്ടിയത്. ഇപ്പം BJPനെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ പറ്റുന്നു. കോൺഗ്രസിന്റെ വോട്ട് ബേസിൽ വിള്ളൽ വീഴ്ത്താൻ ശേഷിയുള്ള ഒരു കാൻഡിഡേറ്റിനെ BJPക്ക് കിട്ടുന്നു. ഇടതുപക്ഷത്തിന്റെ വോട്ട് ബേസിൽ വിള്ളൽ വീഴ്ത്താൻ വ്യക്തിപ്രഭാവമുള്ള ഒരാളെ. അപ്പം ഇത് എന്താണ്, നമ്മൾ ഇതിനൊരു ചതുരംഗം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മൂവ് ഒന്നൊന്നിനെ വെട്ടിപ്പോകുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഒരു ഈവനായ രാഷ്ട്രീയ മത്സരം നടക്കും. അപ്പം മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ ഒരുപക്ഷെ രാജീവ് കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായ മന്ത്രിമാരിൽ ഒരാളാണ് KN ബാലഗോപാൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കാര്യം കൂടെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റുന്നതാണ്. ഈ സ്ഥലങ്ങളിൽ ഉണ്ടായ വിഭാഗീയത ആ പാർട്ടിയുടെ അവിടുത്തെ ഇലക്ഷൻ സാധ്യതകളെ ബാധിക്കുന്നില്ല എങ്കിൽ അത് പിന്നെ തുടർന്നു പോകാൻ പോകുന്ന ഒരു കാര്യമല്ല. അത് ഈ ഒരു മാസത്തേക്ക് മാത്രം നിലനിൽക്കാൻ പോകുന്ന ഒരു ഫിനോമിനയാണ്. അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കും. BJP NDA മുന്നണിയുടെ ഒരു സാധ്യത കൂടി നമുക്ക് പരിഗണിക്കാൻ തോന്നുന്നു. ഇപ്പോൾ 2020 കൂടി NDAയിൽ ചേർന്നിട്ടുണ്ട്. 2020യുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഈ NDAയുടെ സാധ്യതകൾ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? NDAനെ സംബന്ധിച്ച് അവർ കേരളത്തിൽ ഭയങ്കര വിപ്ലവകരമായ എന്തെങ്കിലും മാറ്റം ഈ തവണ സൃഷ്ടിക്കുമെന്ന് കരുതാവുന്ന സാഹചര്യം രാഷ്ട്രീയമായിട്ട് നിലവിലില്ല. പക്ഷേ കേരളത്തിലെ മണ്ഡലങ്ങളിൽ അവർ ടഫ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നൊരു കാര്യം. അതിപ്പം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 11 നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് പൊളിറ്റിക്കൽ എഡ്ജ് കിട്ടി. അതായത് ആ നിയോജക മണ്ഡലങ്ങളുടെ വോട്ട് എണ്ണിയപ്പോൾ. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് അത് മാത്രം കൊണ്ട് നിയമസഭയിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം തീർത്തും 2 പൂൾ ഓഫ് റീസൺസ് കൊണ്ടാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ കിട്ടിയ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് നിലനിർത്തിക്കൊണ്ട് നിയമസഭ വിജയിക്കാൻ കഴിയുന്ന നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കേരളം. അതുകൊണ്ട് തന്നെ ആ അത്ര വലിയ നമ്പറുകളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ സ്വാഭാവികമായും ഒന്ന് നിയമമാണ്. നിയമത്തിൽ അവർക്കൊരു ചരിത്രമുണ്ട്. അവർ ഒരിക്കൽ വിജയിച്ച ഒരു സ്ഥലമാണെന്ന ചരിത്രമുണ്ട്. നേമത്ത് ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ അത് നിലനിൽക്കുന്ന ഒരു സ്ഥലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് സ്വാഭാവികമായ ഒരു സാധ്യതയുണ്ട്. പിന്നെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലൗഡായിട്ട് പുറത്ത് കാണാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ ആറ്റിങ്ങൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വാഭാവികമായി അവരുടെ വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ അദ്ദേഹം ഇലക്ഷൻ മാനേജ് ചെയ്യാൻ നേരത്തെ അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും സ്വാഭാവികമായിട്ടും വലിയൊരു മത്സര സാധ്യതയിലേക്ക് BJP അവിടെ വരുന്നുണ്ട്. വട്ടിയൂർക്കാവാണ് ഇനിയൊന്ന്.
അപ്പോൾ വട്ടിയൂർക്കാവിൽ പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോർ BJP പൊളിറ്റീഷ്യൻ അല്ല സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം അവരുടെ പാർട്ടി വോട്ടുകൾ അതിലേക്ക് കണക്ട് ചെയ്ത് വരും എന്ന് പറയുന്ന VV രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വരുന്നത് പോലെ ഒരു പാർട്ടി കൺസോളിഡേഷൻ അവർക്ക് അനുകൂലമായിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഒരു മത്സര സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലമുള്ളത് പാലക്കാടാണ്. ഏറ്റവും ലീതലായ പിന്നെ BJPയുടെ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനേക്കാൾ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് BJP സത്യത്തിൽ അവരെ വിജയിപ്പിക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 15 കൊല്ലം മുമ്പ് നിയമസഭയിലോ ലോക്സഭയിലോ എത്തേണ്ടിയിരുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. കാരണം ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും അവര് എവിടെ ഇലക്ഷൻ മത്സരിച്ചാലും BJPയുടെ വോട്ട് ബേസ് ഇരട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവർ പാലക്കാട് മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് അപ്പുറത്തെ സൈഡിലെ സ്ഥാനാർത്ഥികളെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ BJP വിജയിക്കുക എന്ന് പറയുന്നത് BJP വോട്ടുകൾ പൂർണ്ണമായും അവരുടെ സ്ഥാനാർത്ഥിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നതിനെയും ആശ്രയിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഒരു ഫാക്ടർ സ്വാഭാവികമായിട്ടും പുതിയ വോട്ടേഴ്സ്, അതായത് ഫസ്റ്റ് ടൈം വോട്ടേഴ്സ്, അതുപോലെ തന്നെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 30-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ. ഈ ആളുകൾ അവർക്ക് രമേഷ് പിഷാരടി, നമ്മൾ അദ്ദേഹത്തിന് ഒരു പിന്നെ സിനിമാ നടൻ എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹം ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയ നടനൊന്നുമല്ല. പക്ഷെ അദ്ദേഹം കേരളത്തിലെ വളരെ പോപ്പുലറായ ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ, അദ്ദേഹത്തിന്റെ സാമൂഹ്യ നിരീക്ഷണങ്ങളിൽ എപ്പോഴും ഒരു യുണീക്നെസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ഒരു അനിതര സാധാരണമായ രാഷ്ട്രീയ പക്വത കാണിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയോ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ വോട്ട് നേടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അയാൾ രാഷ്ട്രീയ മത്സരത്തിൽ അതായത് അയാൾ ചിരപരിചിതനായ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ആ ഫാക്ടറും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ എളുപ്പത്തിൽ NDA വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അവർ കേരളത്തിൽ ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്ന ഒരു സ്ഥലം ഇത്തവണയും പാലക്കാടാണ്. അപ്പം ഈ സ്ഥലങ്ങൾ, പിന്നെ ഒരു മണ്ഡലം എൻ്റെ നോട്ടത്തിൽ വന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ BJP വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വോട്ട് ഉയർത്തിയിട്ട് അവർ മുമ്പ് അവിടെ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പം അവിടെയും ഇതേപോലെ തന്നെ പിന്നെ ഈ ഫാക്ടേഴ്സ്, സാമുദായിക ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, NDA ഒരു വളരെ ശക്തമായ മത്സരം കൊടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ 2ാം സ്ഥാനത്ത് അവർ വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ വേറെയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും അവർക്ക് മത്സര സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. തൃപ്പൂണിത്തറ കൾച്ചറലി BJPക്ക് ഈ തവണ ശക്തമായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലമാണ്. എന്തുകൊണ്ടാണ് അവരത് 2020-ക്ക് കൈമാറിയത് എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്. കാരണം അവർ ആ സീറ്റ് അവർ തെരഞ്ഞെടുത്തിട്ട് തൃക്കാക്കര പിന്നെ 2020-ക്ക് കൊടുത്തത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു അർബൻ മിഡിൽ ക്ലാസ് പോപ്പുലേഷനിൽ സ്വാഭാവികമായിട്ടും 2020-യുടെ ഒരു അരാഷ്ട്രീയ സംഗതിക്ക് ഒരു സ്വീകാര്യതയുണ്ട്. പക്ഷേ തൃപ്പൂണിത്തറ BJPക്ക് വേണമെങ്കിൽ നിലനിർത്താമായിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലം അവർ നിലനിർത്തിയില്ല എന്നുള്ളത്, അവരൊപ്പം നിർത്തിയില്ല എന്നുള്ളത് ഒരു കാര്യം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിക്ക്, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വളരെ ശക്തമായ മത്സരം കൊടുക്കാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തറ. മാത്രമല്ല അവിടുത്തെ നഗരസഭ അവർ ഭരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ശ്രമം നടത്താമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തറ. പക്ഷെ ഇവിടെ ഒന്നും ആധികാരികമായി NDAയുടെ വിജയം പ്രവചിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുന്നില്ല. അപ്പോൾ അവരുടെ സീറ്റ് മേ ബി 3 വരെ സീറ്റിലേക്ക് ചിലപ്പോൾ അവർ വന്നേക്കാം. പക്ഷെ മഞ്ചേശ്വരം അത് എടുത്തു പറയേണ്ട മറ്റൊരു മണ്ഡലമാണ്. കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു. മഞ്ചേശ്വരം ഏറ്റവും പഴയ കാലം മുതലേ BJPയുടെ ഒരു മത്സരിക്കുന്ന ഒരു കൾച്ചറലി അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെയും ഇതേപോലെ തന്നെയാണ്. അവിടുത്തെ നിലവിലെ MLA വളരെ പോപ്പുലറാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ടുകളും കൂടെ പൊളിറ്റിക്കൽ വോട്ടുകളുടെ കൂടെ ചേർത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതും പ്രവചനാതീതമായ ഒരു പരാജയപ്പെടുന്ന നേരിയ മാർജിനിലൊക്കെയാണ് ആണ് എപ്പോഴും BJPയോടെ പരാജയപ്പെടുന്ന നേരിയ. അത് വിമതൻ, അതുപോലെ തന്നെ അപരൻ, ഇവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും പ്രാധാന്യം കൈവരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അപ്പം അവിടെയും അവരൊരു ക്ലോസ് ഫൈറ്റ് കൊടുക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ 100% ഇവരുടെ വിജയം പറയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടങ്ങളിൽ എന്തെങ്കിലും നിലവിലുണ്ടെന്ന് എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന പല വിഷയങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഡീലിലാണ്, ഒരു പ്രധാന വിവാദം. ഈ ഡീൽ ചർച്ചയായി അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ?
അത് എനിക്ക് എല്ലാ കാലത്തും ഭയങ്കര അൺറിയലിസ്റ്റിക് ആയി തോന്നുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഒരു ടേബിളിന് ചുറ്റിലും ഇരുന്ന് ഇന്നിന്ന മണ്ഡലങ്ങളിൽ നിങ്ങളെ തോൽപ്പിച്ചു കൊള്ളാമെന്നും ഇന്നിന്ന മണ്ഡലങ്ങൾ വിജയിപ്പിച്ചു കൊള്ളാമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് എന്തോ എനിക്കതിൽ വലിയ തോതിൽ ഒരു യുക്തിഭദ്രമായ ഒരു ആരോപണമാണ് അതെന്ന് തോന്നുന്നില്ല. പ്രാദേശികമായിട്ട് ചിലപ്പോൾ അത്തരം നീക്കുപോക്കുകൾ ആളുകൾ ചെയ്യുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി, ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് ഒരിടത്ത് മത്സരിക്കുന്നു, അവിടുത്തെ BJP-യുടെ നേതാവ് എൻ്റെ വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ പരിചയമുള്ള ഒരാളാണ്, അവർക്ക് അവിടെ വിജയ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പേഴ്സണലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന 50-100 വീടുകളിലേക്ക് എനിക്ക് അദ്ദേഹം ഒരു വഴി വെട്ടിത്തരുന്നു എന്ന് പറയുന്നത് പോസിബിൾ ആയ ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇനി TV ഓൺ ചെയ്യാൻ സമയമായി എന്ന് K. കരുണാകരൻ പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ ഇലക്ഷൻ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് K. കരുണാകരൻ വേണം. അപ്പൊ നമുക്ക് ആ തരത്തിൽ ഞാൻ ഈ പ്രാവശ്യം ഇന്ന ആളുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ തവണ ഇന്ന ആളുടെ ഒപ്പം പോകാൻ തീരുമാനിക്കുന്നു, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഗ്രാവിറ്റിയിൽ മനുഷ്യർ വന്ന് വോട്ട് ചെയ്ത് മാറ്റുമെന്നുള്ള കാര്യത്തിലും അതിലും എനിക്ക് സത്യത്തിൽ ആളുകളുടെ അവരുടെ മനസാക്ഷി എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേരളം മുഴുവൻ വ്യാപകമായ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കാൻ പോകുന്ന എന്തെങ്കിലും ഡീല്, അതിനെന്തെങ്കിലും ഒരു സംസ്ഥാന തലത്തിലുള്ള സ്വഭാവമുണ്ട് എന്ന് പറയുന്നതിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ പിന്നെ അങ്ങനെ ഒരു ആരോപണമുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഇത്തരം ആരോപണങ്ങളുടെ സ്വീകാര്യത എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻപ് ഒരിക്കലും കേരളത്തിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ആക്ഷേപമാണ് CJP എന്ന് പറയുന്ന ആക്ഷേപം. കോലീബി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു എന്നും അതിന് തെളിവുകളും അതിന് ചരിത്രപരമായ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ പിന്നെ അത് പ്രകടമായ ഒരു മുന്നണി എന്ന നിലയിൽ അത് ഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കാലങ്ങളായിട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ CPM-നെയും BJP-യെയും ചേർത്ത് ഒരു പൊളിറ്റിക്കലായ ഒരു നീക്കുപോക്ക് അവർക്കിടയിലുണ്ട്, ഐഡിയോളജിക്കലി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന അവർ തമ്മിൽ അത്തരത്തിലൊരു നീക്കുപോക്കുണ്ട് എന്നൊരു ആക്ഷേപം കേരളത്തിലുണ്ടാവുകയും ആ ആക്ഷേപത്തിന് വലിയൊരളവിൽ സ്വീകാര്യത കിട്ടുക, പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഡീലുണ്ട് എന്ന് പറയുന്നതിന്, അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അങ്ങനെ ഒരു ഡീലിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിലൊരു ഡീലിന്റെ എത്രത്തോളം അത് യുക്തിഭദ്രമാണെന്നുള്ള കാര്യത്തിൽ ഞാൻ വീണ്ടും എൻ്റെ സംശയം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഡീലുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ വാദിക്കാൻ മാത്രം ശക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആ തരത്തിലൊരു ആളുകളുടെ ഇടയിൽ അത് പോയാൽ അത് ഈ പ്രാവശ്യത്തെ ഒരു വോട്ടർ മോട്ടിവേറ്റിംഗ് ആയ ആസ്പെക്റ്റ് ആണ്. കാരണം എല്ലാ ആരോപണങ്ങളൊന്നും തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ സ്വാധീനിക്കില്ല. പക്ഷെ ഇത്തരം ആരോപണങ്ങൾ അത് എന്ത് ചെയ്തേക്കാം, ചിലപ്പോഴൊക്കെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മൊറാലിറ്റിക്ക് നേരെയുള്ള ഒരു ആരോപണം ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റിനെ സംശയ നിഴലിൽ നിർത്താൻ ഈ ആരോപണം കൊണ്ട് അവർക്ക് അതിന്റെ ഗ്രാവിറ്റി ഉണ്ട്. അത് ചിലപ്പം പ്രത്യേകിച്ചും അത് ഒരു വിഭാഗം മനുഷ്യരുടെ ഇടയിലെങ്കിലും അതിന് സ്വീകാര്യത കിട്ടും.